മസാലപ്പൊടികൾ കടകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ വീട്ടിൽ നല്ല ഹെൽത്തി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അത് 10 വർഷമായാലും കേടാവേ ഇല്ല. അതേ ടേസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് കഴിക്കാനും പറ്റും കേട്ടോ. നമുക്ക് കുട്ടികൾ പുറത്ത് പോകുമ്പോഴൊക്കെ കൊടുത്തു വിടാൻ പറ്റും. വളരെ അധികം നല്ലൊരു ബെനിഫിറ്റ് ആയിട്ടുള്ള പല അസുഖങ്ങളും നമ്മൾ ഇതുപോലുള്ള കടകളിൽ നിന്നും മസാലകൾ മേടിച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക, കണ്ടു നോക്കുക. 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കുക്കറിൽ കുറച്ച് വെള്ളമുള്ള സമയത്ത് നമ്മൾ അറിയാതെ, ഇപ്പം ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഒഴിക്കുന്നത് എണ്ണ, അറിയാതെ നമ്മൾ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ കിടന്ന് പൊട്ടി നമ്മൾ എന്തൊക്കെ ചെയ്താലും ആ ഒരു പൊട്ടൽ നിൽക്കില്ല, മേത്തൊക്കെ തെറിക്കും, ഗ്യാസ് അടപ്പ് മൊത്തം ആകും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട് അല്ലേ. അപ്പം നമ്മൾ അറിയാതെ ഇതുപോലെ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു നുള്ള് നമ്മളുടെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു ഗോതമ്പ് പൊടി ഇട്ടത് കൊണ്ട് നമ്മളുടെ കറിക്ക് യാതൊരു ടേസ്റ്റ് വ്യത്യാസമോ അടിപിടിക്കുന്ന പ്രശ്നമോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എണ്ണ കണ്ടില്ലേ, വെള്ളമുള്ള ഇതിലേക്കാണ് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് പോലും ഒരു പൊട്ടിത്തെറി ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഇതെല്ലാം ചെയ്തെടുക്കാൻ പറ്റും. കണ്ട, ഞാൻ സവാള വഴറ്റി വരെയും കാണിച്ചു തരുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാട്ടെ എല്ലാവരും. അടുത്തതായിട്ട് നമ്മൾ മസാലപ്പൊടികൾ നമുക്ക് വീട്ടിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ആദ്യം മല്ലിയാണ് കാണിച്ചു തരുന്നത്. മല്ലി ബോംബെ മല്ലി എന്ന് പറയും. അത് ചെറിയ മല്ലി ആയിരിക്കും കേട്ടോ. പല സ്ഥലങ്ങളിൽ പല വിധത്തിലായിരിക്കും പറയുന്നത്. നമ്മൾ ഇവിടെ കടകളിൽ ബോംബെ മല്ലി എന്നാണ് പറയുന്നത്. വളരെ നല്ലൊരു മണമായിരിക്കും, നല്ല ഭംഗിയായിരിക്കും, വലുതല്ലായിരിക്കും. ഇത് കണ്ടില്ല, ഇതിപ്പോൾ വലുതാണ്. മറ്റേത് പൊടിയായിരിക്കും കേട്ടോ. അത് മറ്റേ മല്ലിയേക്കാൾ വളരെ കുറച്ച് നമ്മൾ ഉപയോഗിച്ചാൽ മതി. വളരെ ടേസ്റ്റ് കൂടുതലായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ബോംബെ മല്ലി എന്ന് പറയുന്നത് 250 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധാ വലിയ മല്ലി ഒരു 100 ഗ്രാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആ ബോംബെ മല്ലിയുടെ ഭയങ്കര നല്ല ഒരു സ്മെല്ലായിരിക്കും, വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ മറ്റേ മല്ലി കൂടി ചേർക്കുമ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ ഈക്വൽ ആവും. നിങ്ങൾ ബോംബെ മല്ലി മാത്രമാണെങ്കിലും എടുക്കുക. അപ്പോൾ കറിയിലിടുമ്പോൾ സൂക്ഷിക്കണം, വളരെ കുറച്ച് മാത്രമേ ഇടാവുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ വറ്റൻമുളകും മല്ലിയും നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഇതുപോലെ നമ്മളൊന്ന് ഉണക്കിയെടുക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് തോരാനായിട്ട് വെച്ചതിന് ശേഷം കഴുകുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇതുപോലെ നല്ലതുപോലെ ഉണക്കിയെടുക്കാം. ഒരു വെയിൽ കൊണ്ടാൽ മതി. നമ്മൾ വറുത്തിട്ടൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു വെയിൽ കൊണ്ടാൽ മതി. അല്ല, നിങ്ങൾ വറുക്കാതെ ചെയ്യണമെങ്കിൽ 2-3 ദിവസം നല്ലതുപോലെ വെയിൽ കൊള്ളിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കാലങ്ങൾ 10 വർഷമായാലും ഇതുപോലെ തന്നെ ഇരിക്കണമെങ്കിൽ നമ്മൾ 2-3 വെയിൽ കൊള്ളിക്കണം, അല്ലെങ്കിൽ വറുക്കണം. നമ്മൾ വറ്റൻമുളക് നമ്മൾ താളിക്കാനൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തായി പോലെ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒടിച്ച് വെച്ച് കൊടുത്താൽ എത്ര വർഷമായാലും വറ്റൻമുളക് ചീത്താവില്ല. അത് കഴുകി ഉണക്കിയതിന് ശേഷം കേട്ടോ. പിന്നെ നമ്മൾ പൊടിക്കാനുള്ള വറ്റൻമുളക് അതിൻ്റെ ഒരു തണ്ട് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇത് ചതച്ചെടുക്കുന്ന വറ്റൻമുളകാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു തണ്ട് കളഞ്ഞതിന് ശേഷം നമ്മൾ ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്, 3 തണ്ട്. ഈ ചതച്ച മുളകിൽ നമ്മൾ കറിവേപ്പില ഇടുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറികളിൽ എപ്പോഴും കറിവേപ്പില ചേർക്കേണ്ട കാര്യം ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ പരിപ്പ് താളിക്കുക, അങ്ങനെ താളിക്കാൻ, പച്ചക്കറി താളിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുമല്ലോ നമ്മൾ ഈ ഒരു ചതച്ച വറ്റൻമുളക്. ആ സമയത്ത് നമുക്ക് കറിവേപ്പില ഇല്ല, അല്ലെങ്കിൽ നമുക്ക് കറിവേപ്പില കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ ഇതുപോലെ വറ്റൻമുളകിലൊക്കെ ചതച്ച് വെച്ച് കഴിഞ്ഞാൽ യാതൊരു കേടാവേ ഇല്ല. നമുക്ക് അപ്പം നമ്മൾ കഴുകി നമ്മൾ കറിവേപ്പില എടുത്ത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമുക്ക് കിട്ടുമ്പം കുറേ ക്വാണ്ടിറ്റി കിട്ടുമ്പം നിങ്ങൾ ഇതുപോലെ ചെയ്തൊക്കെ കറിക്ക് വളരെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്ത് നോക്കണം. നമ്മൾ താളിക്കുമ്പോഴൊക്കെ വളരെ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും, അതുപോലെ തന്നെ ഇത് പൊടിഞ്ഞ് പോകുന്നത് കൊണ്ട് തന്നെ നമ്മളോട് കുട്ടികളൊക്കെ അത് കഴിക്കും. കറിവേപ്പില ഹെൽത്തിന് എത്രത്തോളം ബെനിഫിറ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പം നമ്മളുടെ മുടിക്കാണെങ്കിലും സ്കിന്നിനാണെങ്കിലൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ കുട്ടികളത് പറക്കി കളയില്ല, കുട്ടികൾ അത് കഴിക്കും. ടേസ്റ്റും കൂടുതലാണ് കേട്ടോ. കറിവേപ്പില ചീത്താകുകയില്ല. ഇതുപോലെ നിങ്ങൾ ചതച്ച് വെച്ചാൽ 10 വർഷമായാലും ഇത് കേടാവില്ല കേട്ടോ. നമ്മൾ വറുത്ത് കഴുകി എല്ലാം ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ.
അടുത്തതായിട്ട് നമ്മൾ വറ്റൻ മുളക് നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട് അതിൻ്റെ ആ ഒരു തണ്ട് ഫുള്ളായിട്ട് നമ്മൾ കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ കഴുകി ഉണക്കിയതിന് ശേഷം വേണം നിങ്ങളിത് ചെയ്യാനായിട്ട്. അടുത്തത് നമ്മൾ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന അരിയില്ലേ, നമ്മൾ ചോറ് വെക്കുന്ന അരി, അതൊരു 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ആദ്യം ഒന്ന് വറുത്തതിന് ശേഷം മാത്രമേ വറ്റൻമുളക് ഇടാവുള്ളൂ. അതൊന്ന് വറുത്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അതിലേക്ക് ഒരു തണ്ട് മാത്രമേ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുള്ളൂ, കൂടുതൽ ഇടുന്നില്ല. കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അത് കൂടുതൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരുമല്ലോ. അപ്പോൾ ആ അരി നല്ലപോലെ വറുത്ത് വന്നതിന് ശേഷം നമ്മൾ വറ്റൻമുളകും എടുത്തിട്ടുണ്ട്. കറിവേപ്പില ഒരു തണ്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. നല്ലതുപോലെ ഒന്ന് ചൂടാറാനായിട്ട് വെക്കുക കേട്ടോ. ഇത് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുന്നത് വരെ നമ്മൾ അരി വറുത്ത് കൊടുക്കണം. കഴുകി ഉണക്കിയ അരിയാണ് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ മിക്സിയിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. നല്ല നൈസായിട്ട് പൊടിഞ്ഞു വരും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2 രീതിയിൽ ഇത് ഉണക്കിയത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾ മില്ലിൽ പൊടിച്ചെടുക്കുന്ന പോലെ തന്നെ പൊടിഞ്ഞു കിട്ടുന്നതാണ്. നമ്മൾ ഈ അരി ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പല കറികളിലും കൊഴുപ്പ് കുറവ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ അരി ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല കൊഴുപ്പുണ്ടാവും. നമ്മൾ ഈ ഒരു കറി കൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല കൊഴുപ്പുണ്ടാവും. വളരെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ മല്ലി ഇതുപോലെ തന്നെ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത് ബസ്മതി റൈസാണ്. ഇത് കഴുകി ഉണക്കി വെച്ച ബസ്മതി റൈസാണ് കേട്ടോ. നമ്മൾ മല്ലിയിൽ ഇത് ചേർക്കുന്നതെന്ന് വെച്ചാൽ വളരെയധികം നല്ലൊരു സ്മെല്ലും ഉണ്ടാകും. അതുപോലെ തന്നെ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാനും വളരെ ടേസ്റ്റി ആയിരിക്കും. നമ്മൾ ചിക്കൻ കറി ആണെങ്കിലും സാമ്പാർ വെച്ചാലും ഒക്കെ വളരെ ടേസ്റ്റ് ആയിരിക്കും. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ചെയ്ത് നോക്കണം കേട്ടോ. ഈ ബസ്മതി റൈസ് കഴുകി ഉണക്കി വെച്ചത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ പൊടിച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കണം. വളരെ വളരെ അടിപൊളിയായിട്ടുള്ളൊരു ടിപ്പാണ് നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ചു തരുന്ന ഓരോ ടിപ്സും. നമ്മൾ കടകളിൽ നിന്നും മസാലപ്പൊടികളും മുളക് പൊടിയൊക്കെ വാങ്ങുമ്പോൾ വളരെയധികം കെമിക്കലും അതുപോലെ തന്നെ അവർക്ക് കാശ് ലാഭം ഉണ്ടാക്കുന്ന രീതിയിലാണ് അവർ നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഒരു 2-3 മണിക്കൂർ നമ്മളൊന്ന് കഷ്ടപ്പെട്ടാൽ മതി. നമുക്ക് വർഷങ്ങളോളം നമുക്ക് ഉണ്ടാക്കാനുള്ള പൊടികൾ ഉണ്ടാക്കി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില, 1-2 തണ്ട് കറിവേപ്പില. ഇതിൽ മല്ലിയിൽ കറിവേപ്പില എത്ര ഇട്ടാലും കുഴപ്പമില്ല. പക്ഷെ മുളക് പൊടിയിൽ നമ്മൾ അധികം കറിവേപ്പില ഇടില്ല, ഒരു തണ്ട് മാത്രമേ ഇടാവുള്ളൂ. എന്നുവെച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. അതുകൊണ്ടാണ് നിങ്ങൾ മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കൊഴുപ്പ് കിട്ടാനായിട്ട് പല രീതികൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. തക്കാളി കൂടുതലിടണം. ഇനി അതൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾ നമ്മൾ ആ ഒരു റൈസ് ഇട്ട് പൊടിച്ചത് കൊണ്ട് തന്നെ നല്ല കുറുകി കറി കിട്ടും കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും അത് വളരെ ബെനിഫിറ്റാണ്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഉണ്ടാക്കി പഠിക്കുമ്പോൾ ഇതുപോലെയൊക്കെ പൊടികൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കുക്കിങ് ചെയ്തെടുക്കാനും ഒരു സന്തോഷം കിട്ടും അവർക്ക്, ഇത് ചെയ്ത് കഴിഞ്ഞ് ടേസ്റ്റായി കാണുമ്പം. അപ്പോൾ ഞാൻ മല്ലിയിലേക്ക് ഒരു 1.25 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ വറുത്ത് എടുക്കണം. നല്ലതുപോലെ തന്നെ അത് നല്ല രീതിയിൽ വറുത്ത് കിട്ടണം. അതിലേക്ക് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മളുടെ പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മല്ലിപ്പൊടി കൊണ്ട് നിങ്ങൾ എന്ത് കടലയാകട്ടെ, നമ്മളുടെ ബീഫാകട്ടെ, ചിക്കൻ ആകട്ടെ, ഈവൻ നമ്മളുടെ വെണ്ടക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ ഒരു നുള്ളി ഈ ഒരു മല്ലിപ്പൊടി ഇട്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കുക. വളരെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഏതൊരു റെസിപ്പിക്കും ഒരു നുള്ളി ഈ ഒരു പൊടി ഇട്ട് കൊടുത്താൽ വളരെ ടേസ്റ്റ്. പാവക്കക്കറിയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല. നമ്മൾ ഇത് തന്നെ ചേർത്തിട്ടുണ്ടാവും. ഇപ്പം പുറത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് ചെയ്ത് കൊടുത്താൽ അവർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ഉണങ്ങി കിട്ടിയതിന് ശേഷം നമ്മൾ ഇതും ഒന്ന് നല്ലതുപോലെ പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വളരെ വളരെ ഉപകാരപ്രദമായ നല്ല നല്ല ടിപ്സുകളാണ് ഞാൻ പറഞ്ഞത്. ദയവ് ചെയ്ത് നിങ്ങൾ കടകളിൽ നിന്ന് മേടിച്ച് വലിയ വലിയ അസുഖങ്ങൾ ഉണ്ടാകുന്നതിനേക്കാളും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെയൊക്കെ ചെയ്ത് നമ്മളുടെ കുടുംബത്തെ സംരക്ഷിക്കുക. അതുപോലെ തന്നെ നോമ്പിന് നമുക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ സാധിക്കും. ഇതുപോലെയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ 10 വർഷമായാലും ഈ മസാല പൊടികളൊന്നും ചീത്താവില്ല. അതുപോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക. ഗൾഫിൽ പോകുന്നവർക്കാണെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഇടുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.